അത് എൻ്റെ മോളാണ് ഡോക്ടർ സൗമ്യ. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ യോജിപ്പില്ലായിരുന്നു. രമയ്ക്കും സൗമ്യയ്ക്കും രമ്യയ്ക്കും ഒന്നും വലിയ യോജിപ്പില്ലായിരുന്നു. ഇവരുടെ എതിർപ്പിനെ മറികടന്നാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അപ്പം ഞാൻ എന്നെ ഒരു രാഷ്ട്രീയക്കാരനായി കാണുന്നതിൽ ഇവർക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിട്ടു നിൽക്കുന്നത്. പിന്നെ എനിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേഷങ്ങൾ അതെല്ലാം അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയത്തോട് എന്താ പറയുക, രാഷ്ട്രീയം മോശമായിട്ടല്ല, ഞാൻ എത്രത്തോളം രാഷ്ട്രീയത്തിന് വഴങ്ങുന്നവനാണ് എന്ന കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അല്പം പിന്നാക്കം നിൽക്കുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഞാനൊരു കോമേഴ്സ് അധ്യാപകനായിട്ട് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റേതായിട്ടുള്ള അസസ്മെൻറ്റ്, ഞാൻ നിങ്ങളുടെ എല്ലാ ചാനലുകളുടെയും ചർച്ച ഞാൻ മുടങ്ങാതെ എല്ലാം കാണുന്നുണ്ട്. മിസ് ചെയ്താൽ പിറ്റേ ദിവസം രാവിലെയുള്ള റീടെലികാസ്റ്റെങ്കിലും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഓരോ അസസ്മെൻറ്റും സർവേയും ഒക്കെ ഉണ്ട്. എൻ്റേതായിട്ടുള്ളൊരു കാൽക്കുലേഷൻ ഞാൻ പറയുകയാണ്. അതായത് ഇവിടെ അധികാരത്തിൽ വരാൻ വേണ്ടി രണ്ട് മുന്നണികൾ, ശക്തി തെളിയിക്കാൻ വേണ്ടി ഒരു മുന്നണി. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. അത് ചിലപ്പോൾ ശക്തി തെളിയിക്കാൻ വേണ്ടിയല്ല, അധികാരത്തിൽ വരാൻ വേണ്ടിയാണ് എന്ന് മൂന്നാമത്തെ മുന്നണിയും ചിലപ്പോൾ അവകാശപ്പെടുമായിരിക്കാം. പക്ഷേ ഞാൻ കാണുന്നത് മൂന്നാമത്തെ മുന്നണി എന്ന് പറയുന്നത് ശക്തി തെളിയിക്കാനുള്ള താല്പര്യം. ഇവിടെ വരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്, എ എന്ന മുന്നണി 40 വോട്ട് കിട്ടുന്നു എന്ന് വിചാരിക്കുക, ബിയും സിയും കൂടെ ചേർന്ന് 60, അതിൽ സിക്ക് കിട്ടുന്നത് 21 ആണെങ്കിൽ ബിക്ക് 39 ആവും. 39 1 40 20 60 കൂടുതൽ എക്കെതിരായിരിക്കും. പക്ഷേ ബിയും സിയും കൂടെ ചേരുമ്പോൾ 60 ആണ്. ഇൻഡിവിജ്വലായിട്ട് നിൽക്കുമ്പം 39 ആവുന്നുള്ളൂ. അപ്പോൾ എ ജയിക്കും. അപ്പം മൂന്നാമത് ആയി വരുന്ന സ്ഥാനാർത്ഥിയുടെ വോട്ടാണ് ഇവിടെ വിജയെ തീരുമാനിക്കുന്നത് എന്ന ഒരു റീഡിങ്ങിലാണ് ഞാനുള്ളത്. എൻ്റെ നിഗമനം എങ്ങനെ വരുന്നുള്ള മെയ് 4 തീയതി നമുക്ക് നോക്കാം. പറഞ്ഞ് മനസ്സിലായില്ലേ? അതായത് ഈ രണ്ടാമത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ആൾ ചിലപ്പോൾ അയാൾ ഈ 40-ന് മുകളിൽ കിട്ടിയാൽ മാത്രമേ ബിക്ക് ജയിക്കാൻ കഴിയൂ. അപ്പോൾ തീരുമാനിക്കുന്നത് മൂന്നാമത്തെ സ്ഥാനാർത്ഥിയുടെ വോട്ടുകളാണ്. ഈ മൂന്നാമത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിയായിട്ടല്ല ഞാൻ കണക്കാക്കുന്നത്. പല സ്ഥലത്തും പലതരത്തിലുള്ള ത്രികോണ മത്സരമാണ്. മൂന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൊടുക്കുന്ന വോട്ട്, അത് ജയിക്കില്ല എന്നറിഞ്ഞിട്ടും കൊടുക്കുന്ന വോട്ട്, അത് എയോ ബിയോ ബാധിക്കും എന്നാണ് എൻ്റെ ഒരു റീഡിങ്. അതുകൊണ്ട് എനിക്ക് പ്രഡിക്ഷൻ പറ്റുന്നില്ല. എന്ത് സർവേ ആണെങ്കിലും തേർഡ് കാൻഡിഡേറ്റ്, ദ ലൂസിങ് കാൻഡിഡേറ്റ്, പരാജയപ്പെട്ട കാൻഡിഡേറ്റ്, എന്നെപ്പോലുള്ള കാൻഡിഡേറ്റ് അല്ല, ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ എ ഭരിക്കുന്ന പാർട്ടിയാണ്, ബിയും സിയും ഭരണവിരുദ്ധത്തിന് വിരുദ്ധരായി നിലകൊള്ളുകയാണ്. അപ്പോൾ അതിലും രണ്ടുപേരും കൂടെ ചേർന്നല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അല്ല, അത് നമ്മളിവിടെ രാഷ്ട്രീയം പറയാൻ പാടില്ല. അത് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അല്ല, വ്യക്തിപരമായി വിലയിരുത്തുമ്പോൾ അതിൽ നേട്ടങ്ങളുണ്ട്, ഒരുപാട് കോട്ടങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്, യാതൊരു സംശയമില്ല അതിൽ. തീർച്ചയായിട്ടും